ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കറൻ്റ്ലി ഉള്ള റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. സോ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങളിതെപ്പോൾ കാണുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് കണക്റ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, പോസിറ്റീവ്സിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് 2 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. മൈൻഡ് ക്ലിയർ ആൻഡ് കാമാക്കി വയ്ക്കുക. ഓക്കെ, Magician, 8 of Swords, Ace of Swords, the Moon card, Devil, King of Pentacles, 10 of Swords, Sun card, Page of Wands, 9 of Wands. ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിങ് ഓഫ് സ്വേർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് മെജീഷ്യൻ കാർഡാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങൾ കുറേ നാൾ കൊണ്ട് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു യൂണിവേഴ്സൽ എന്താ പറയുക, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ്. ആൻഡ് നെക്സ്റ്റ് നോക്കിയപ്പോൾ 8 ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങളുടെ പാർട്ട്ണർ ഒരു എന്താ പറയുക, ട്രാപ്പായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ സ്റ്റക്കായിട്ടൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റാണ്ട് മേ ബി ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം. നെക്സ്റ്റ് നമുക്ക് ഏസ് ഓഫ് സ്പോർട്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ക്ലാരിറ്റി വരാൻ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഒരു മെൻ്റൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. സോ മൂൺ കാർഡ് ഒരു കൺഫ്യൂഷന് അല്ലെങ്കിൽ ഒരു ഭയത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്നതായിരിക്കാം. എന്തായാലും എന്തോ ഒരു ഭയം പോലെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കറൻ്റ്ലി. നെക്സ്റ്റ് നമുക്ക് ഡെവിൾ കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു കണക്ഷൻ ഇവിടെ കിട്ടുന്നുണ്ട്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവുക. ആൻഡ് ആ ഒരു തേർഡ് പാർട്ടി കാരണമായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സ്റ്റക്കായി നിൽക്കുന്ന, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഭയം നേരത്തെ നമ്മൾ കണ്ടില്ല, അത് മേ ബി ഈ തേർഡ് പാർട്ടി കാരണമായിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ ഫിനാൻഷ്യലി സ്റ്റേബിളാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു ഡബിൾ കാർഡ് മീൻസ് ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഈ ഒരു ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ആ പാർട്ട്ണറുമായിട്ട് കണക്റ്റ് ആയി നിൽക്കുന്നത്. മേ ബി പണത്തിന് വേണ്ടി ആയിരിക്കാം നിൽക്കുന്നത് എന്നൊരു ഇതാണ് നമുക്ക് 2 കാർഡ് ചേർന്ന് വന്നിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് സ്പോർട്സ് ആണ്. അതായത് ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയുടെ സൈഡിൽ നിന്നും നിങ്ങളുടെ പാർട്ട്ണറിന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു ഇതാണ് ഇപ്പോൾ കിട്ടുന്നത്. ആൻഡ് ആ ഒരു സൈക്കിൾ കംപ്ലീഷൻ കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ കഴിയാൻ പോവുകയാണ്. ഇപ്പോൾ കറണ്ട് എനർജി നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് തൊട്ടടുത്തായിട്ട് നമുക്ക് സൺ കാർഡ് വന്നിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിഫ്രഷ് സ്റ്റാർട്ടൊക്കെ ആഗ്രഹിച്ച് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ തിരിച്ച് വരാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സോ അതിനുള്ളൊരു പോസിറ്റീവ് സിഗ്നലാണ് ഈ ഒരു കാർഡ് എന്ന് പറയുന്നത്.
അതായത് നിങ്ങളുടെ പാർട്ട്ണർ എന്താണ് ട്രൂത്ത് എന്നുള്ളത് റിയലൈസ് ചെയ്തു. ഒരു നിങ്ങളുമായിട്ട് ഒരു റീകണക്ഷന് വേണ്ടിയിട്ട് ചിന്തിക്കും, നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു പോസിറ്റീവ് കാർഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് അഗെയിൻ നമുക്ക് പേജ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാണ്. നിങ്ങളുടെ പാർട്ട്ണർ ഉടനെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, ലൈക്ക് കോൾ ചെയ്യോ ടെക്സ്റ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്യും. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ വില അവരെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. പഴയ പോലെ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചൊക്കെ അവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ആ ഒരു 9 ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. അതായത് അവർക്ക് കുറ്റബോധമുണ്ട്. അവർ ഈ നിങ്ങളിൽ നിന്നും അകന്നു പോയേനും ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് അവർക്ക് റിഗ്രറ്റ് ഉണ്ട് എന്നാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള എനർജിയിൽ കാണുന്നത്. കാരണം അവർക്ക് നല്ല രീതിയിലുള്ള വിഷമമുണ്ട്. ആ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ഇതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചായിരുന്നു. ഓക്കെ, ആൻഡ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിങ് ഓഫ് സ്പോർട്സ് ആണ് വന്നിരുന്നത്. സോ കിങ് ഓഫ് സ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്നതും ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷനൊക്കെ വെക്കും. ആൻഡ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ നല്ല രീതിയിൽ ചിന്തിക്കും. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് നിങ്ങളുടെ പാർട്ട്ണർ എടുക്കും എന്ന് ഉള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഒരു ഓവറോൾ റീഡിങ് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു മൂൺ കാർഡും അതുപോലെ തന്നെ ആ ഒരു ഡെവിൾ കാർഡ് 10 ഓഫ് സ്പോർട്സ് ഒക്കെ പറയുമ്പം ആ ഒരു തേർഡ് പാർട്ടിയുടെ എനർജിയാണ് ഉള്ളത്. ആൻഡ് അതിൻ്റെ അവസാനം ആയിക്കഴിഞ്ഞു. ആൻഡ് നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു സിറ്റുവേഷൻ കാരണം ഒരുപാട് ഫീലിങ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആൻഡ് അതിൽ ട്രാപ്ഡായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. ആൻഡ് ഏസ് ഓഫ് സ്പോർട്സും സൺ കാർഡും വന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു സത്യം എന്താണെന്ന് നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കാൻ പോകുന്നു. ആൻഡ് അവർ മുന്നോട്ട് പോകും. ഓക്കെ, ആൻഡ് പോസിറ്റീവ് കാർഡ് നമുക്ക് സൺ കാർഡ് വന്നതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ തീർച്ചയായിട്ടും അപ്രോച്ച് ചെയ്യും. ആൻഡ് ഫസ്റ്റ് നമുക്ക് ആ ഒരു മജീഷ്യൻ കാർഡ് വന്നു. സോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ബെറ്റർ ഔട്ട്കം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന് യൂണിവേഴ്സ് തരുന്നൊരു പവർഫുൾ മെസ്സേജാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരുപാട് നാളായിട്ട് നിങ്ങൾ റീയൂണിയന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. സോ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റിയലൈസേഷൻ വന്നു കഴിഞ്ഞു. അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. പേജ് ഓഫ് ഫോൺസും അതുപോലെ തന്നെ 9 ഓഫ് ഫോൺസൊക്കെ നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അപ്രോച്ച് ചെയ്യും, പ്രോബ്ലംസൊക്കെ ഫിക്സ് ചെയ്യും. ആൻഡ് അവർക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. "31 challenges, growth, P, 12, W, 16, 8, this year, 9, 13, few months, December, 6, H, 27, Friday, 25, 26,
February, few days, July, J, June, long distance, loyalty, 1, Y, few weeks, past relationships, listen actively, see, ഷോ അപ്രിസിയേഷൻ. സോ ഇത്രയും ക്ലൂസാണ് നമുക്ക് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ റീഡിങ്സ് നമുക്ക് ഫസ്റ്റ് തന്നെ മെജിഷ്യൻ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് നമ്മൾ ഇത്രയും നാൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമുക്ക് സംഭവിക്കാൻ പോകുന്നു. നമ്മളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ഒരു റിയൂണിയൻ വേണം, അല്ലെങ്കിൽ ഒരു ടോക്സിക് സൈക്കിൾ എൻഡ് ചെയ്യണം എന്ന് മാനിഫെസ്റ്റ് ചെയ്തവർക്കൊക്കെ ഒരു റിസൾട്ട് വരാൻ പോവുകയാണ്. എന്താണോ സത്യം അത് തെളിയാൻ പോവുകയാണ്. ഒരു മേജർ ഷിഫ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. സോ ഈ ഒരു എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇന്നത്തെ വീഡിയോ റെസനേറ്റ് ആയിട്ടുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ആൻഡ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.